ഓഫ് ദ ടോപ്പ് ഡേഞ്ചറസ് റൂട്ട്. കണ്ടാ എങ്ങനെയാന്ന് കണ്ടാ വഴികളൊക്കെ. ഈ വഴിയിലൂടെ നമ്മുടെ ഫോർഡ് എൻഡവറുമായിട്ടുള്ളൊരു യാത്രയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരു കിടിലൻ യാത്ര കാണുക, ഒരു കിടിലൻ അഡ്വഞ്ചറും കൂടിയാണ്. കണ്ടില്ലേ, പോരിയല്ലേ? പണിയായോ പണിയായോ പണിയായോ, നമ്മൾ റിവേഴ്സ് എടുത്ത് കൊടുക്കേണ്ടി വരും മോനെ. മഹീന്ദ്രയുടെ ട്രക്കാട്ടോ അത്. പോട്ടെ പോട്ടെ പോട്ടെ, ബാ 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 ബാ, പോയി പോയി പോയി. അമ്മാതിരി സംഭവം കേട്ടോ, അമ്മാതിരി സ്ഥലം കേട്ടോ. അതിനിടയ്ക്കൂടെ ആ ചെറുക്കൻ ഓടിച്ചോണ്ട് പോയിട്ടില്ലേ. ഓ, കൊച്ചു പയ്യനാണ് അവൻ. അവൻ അതിനിടയ്ക്കൂടെ ആ സാധനം ഓടിച്ചോണ്ട് പോയി. കണ്ടോ, ഈ കുറേ ലോറികൾ വരാനുണ്ടല്ലോ ഈ വഴിക്ക്. ഇഷ്ടംപോലെ ലോറി വന്ന് പോകുന്നുണ്ട്. കണ്ടോ, ഈ ലോറിക്കാർക്കൊക്കെ ഈ മുകൾ ഭാഗം ഇടിക്കുമോ എന്നുള്ളതാണ് ഇവരുടെ പേടി. ടോപ്പല്ലേ, ഹൈറ്റ് ഉള്ള വണ്ടിയല്ലേ, അപ്പോൾ ഇതിന് പൊട്ടിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ ഈ ഭാഗമൊക്കെ. അപ്പോൾ അത് ഇടിക്കുമോ എന്നുള്ളതാണ് ഇവരുടെ പേടി. കൊല്ലു, ഇത് ഭയങ്കരമായിട്ട് എന്തായാലും എക്സ്ട്രീമുള്ള വഴിയാണ്. ഒരു ഹൈലി ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു വഴിയെന്ന് തന്നെ നമുക്ക് പറയാം. എല്ലാം കിടിലൻ ട്രക്കുകളുമാണ്, ഒരു രക്ഷയില്ല. പൊളി. ബാബാ, എടുത്തോ 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 എടുത്തോ. എന്താടാ ഇത്? എന്തുകൂടാ ഇത്? ട്രക്കൊക്കെ എടുത്തോണ്ട് പോകുന്ന അവരുടെയൊക്കെ എക്സ്പെർട്ടൈസ് സമ്മതിക്കണേ. കിളി പോലും ഇല്ല ട്രക്കിലൊന്നും. കിളി പോയിരിക്കുന്ന ഡ്രൈവർമാരും പയ്യന്മാരാണ് മൊത്തം. ഇതെന്തായാലും ഒരു രക്ഷയില്ലാത്ത വഴിയാണ് മോനെ, തകർപ്പും വഴിയാണ്. പക്ഷെ ഇത് കണ്ടറിയാം, എനിക്ക് അത് നന്നായിട്ട് ഇപ്പൊ വീതി കൂട്ടിയതാ. പൊട്ടിച്ച് ഞാൻ പറഞ്ഞ വാങ്ങണം. എന്തോ ഇത്, എന്റെ പൊന്നു. സമയം 2:45 ആയതേ ഉള്ളൂ, ഇരുട്ടുന്നുണ്ട്. ചിലപ്പോ ഈ പൊട്ടിച്ച് കൊണ്ടുപോകുന്ന നോക്കി ആയിരിക്കും ട്രക്കിനകത്ത്, പറയാൻ പറ്റത്തില്ല. അതും ആവാ. ഇല്ല, ഇമാതിരി ട്രക്കുകൾ ഇവിടെ ഇങ്ങനെ ഓടുവോ? ബൈക്കിൽ പൊളിയായിരിക്കും, ബൈക്കിൽ പൊരിയായിരിക്കും, അതിന് ഇച്ചിരി ഗട്ട്സ് വേണം. അതെ, അത് പൊരിയായിരിക്കും സംഭവം. എന്തായാലും കിടിലൻ റൂട്ടാണ്. ഹിമാചലിലെ വളരെ മനോഹരമായിട്ടുള്ള നാക്കോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് നമ്മൾ. എന്താണ്, എവിടെ എത്തും, എങ്ങനെയാണെന്നൊന്നും അറിയാതെ ഹൈലി അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്ര. ഓ, ആ ഒരു സ്ട്രെച്ച് കഴിഞ്ഞവനെ കേൾക്കുന്നുണ്ടോ? അല്ല, ടെക് ട്രാവലിന് വേണ്ടി ഇപ്പൊ ഞാന് ഇന്ത്യയിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള 2 റോഡ് ഓടിച്ച് കയറ്റി. ഞാന് നമ്മളെ ഏതായിരുന്നു, നമ്മുടെ സോജിലേം കയറ്റി, ഇപ്പൊ ഇതും കയറ്റി. അതപ്പോ സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ. എന്നാലും പറയും സുഗുന് വണ്ടി ഓടിക്കാൻ അറിയില്ല അല്ലേ? സുഗു വണ്ടി ഓടിക്കാൻ അറിയാത്തതിന്റെ പ്രശ്നമാണ് സുഗു. അത് കുഴപ്പമില്ല, അത് പറയട്ടെന്നേ. അതാണ് എന്നോട് പറയട്ടെ, ആൾക്കാർക്ക് അറിയാലോ. അതെ അതെ അതെ. ആ ഭാഗത്തുനിന്നാണ് നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത്. ഒന്ന് നോക്കിക്കേ, ഫോട്ടോ കാണാം നമുക്ക്. അതെ അതെ അതെ, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഇതെന്തായാലും ഒരു കിടിലൻ റൂട്ടാണ്. ഇവിടെയൊക്കെ നിന്നിട്ട് നല്ല ലെൻസ് വെച്ചിട്ട് അങ്ങോട്ട് സൂം ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും, പൊരിയായിരിക്കും. നല്ല കിടിലൻ ഫോട്ടോ കിട്ടും. നോട്ട് സേഫ് ഫോർ ഡ്രിങ്കിങ്. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കൊള്ളാം കേട്ടോ, നന്നായി. എന്തായാലും നോട്ട് സേഫ് ഫോർ ഡ്രിങ്കിങ് എഴുതി വെച്ചിട്ടുണ്ട്. വെള്ളം മഞ്ഞുമല കണ്ടാ. അങ്ങനെ നമ്മൾ മഞ്ഞുമലയുടെ താഴെ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വീണ്ടും മഞ്ഞുമലയുടെ താഴെ. ഇത് ഒന്നുമില്ലാത്ത മല, മഞ്ഞുമല, മരങ്ങളുള്ള മല, മൊത്തം പല പല തരത്തിലുള്ള മലകളാണ് ഏത് ഭാഗത്ത് നോക്കിയാലും കാണാൻ സാധിക്കുന്നത്. മന്ദിപ്പായിട്ടിരിക്കുമ്പോഴത്തേക്കാണ് മറ്റേ സ്ഥലം വന്നത്. മന്ദിപ്പൊക്കെ പോയി പോയി. ആ മഞ്ഞുമല, ഇത് ഈ മലയുടെ മേളിലാണ് നമ്മൾ മുമ്പേ കണ്ട മഞ്ഞ് ഉണ്ടായിരുന്നത് കേട്ടോ. അതാണ് നമ്മളിപ്പോൾ മാറി മാറി പോകുന്നത്. അപ്പം നമ്മൾ കാണുന്ന എല്ലാ മലയുടെയും മുകളിൽ മഞ്ഞ് വീഴുന്നുണ്ട്. അവിടെയും നമുക്ക് മഞ്ഞുമല കാണാം. ഈ കാണുന്ന മഞ്ഞൊക്കെ ഉരുകിയാണ് നമുക്കിങ്ങനെ വെള്ളം ഈ സത്ലജ് നദിയിലൂടെ വരുന്നത്. മുട്ടൻ പാലം, ഇതൊരു കിടിലൻ പാലം കേട്ടോ. എന്തായാലും അടിപൊളി ക്ലാസ് പാലം അല്ലേ?
2 പില്ലറയിലാണ് പരിപാടി. 2 പില്ലറേ ഉള്ളൂ. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും കണക്ഷൻ കൊടുത്തിരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള പാലം. ലോഡ് കപ്പാസിറ്റി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബ്രോ നോ പാർക്കിംഗ് ഓവർ ദ ബ്രിഡ്ജ്, സ്പീഡ് ലിമിറ്റ് 20 km/h എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും നമ്മൾ ആ സത്ലജ് നദി കുറുകെ കടന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അങ്ങ് ബാക്കിലും നമുക്ക് മഞ്ഞുമലകൾ കാണാം, അങ്ങ് ദൂരെയും നമുക്ക് മഞ്ഞുമലകൾ കാണാം. ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഫോറിനേഴ്സ് ആർ നോട്ട് അലൗഡ് ബിയോണ്ട് ദിസ് പോയിന്റ്. അപ്പോൾ ഒതുക്കി നിർത്തും, നമുക്ക് പോയി എഴുതി കൊടുക്കേണ്ടി വരും. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. നമ്മളിപ്പോൾ പോകുന്ന വഴി ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ ഇപ്പം ഇവിടെയാണുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ പോയിട്ട് ഈ സുംദോ താബോ ദങ്കർ കിബ്ബർ എന്നൊക്കെ സ്ഥലം വഴി നമുക്ക് മണാലിക്ക് പോകാവുന്നൊരു വഴിയുണ്ട്. ഇത് മണാലിക്ക് ആക്ച്വലി റൗണ്ട് അതെന്തുവായിരുന്നു തുമ്മിയതാ മണാലിക്ക് പോകേണ്ട വഴിയാണ്. അപ്പൊ ഇവിടെ ഓൾറെഡി റോഡ് ക്ലോസ്ഡ് ആണ് എന്ന് പറഞ്ഞ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ആൾട്ടോ മറിഞ്ഞു പോയതാ. ഓവർ സ്പീഡ് എടുത്താൽ ഇതുപോലെ ഇരിക്കും, പേപ്പർ ചുരുട്ടി എറിഞ്ഞ പോലെ. അതാണ്. എവിടെ വരെ പോകാമെന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോയി തന്നെ അറിയാൻ പറ്റുള്ളൂ. ഗൂഗിൾ മാപ്പിൽ ക്രാബ് എന്ന് പറഞ്ഞൊരു സ്ഥലം വരെ എഴുതിയിട്ടുള്ളൂ. നമുക്ക് പൂവരെങ്കിലും പോകാൻ പറ്റും കേട്ടോ. പൂവരെങ്കിലും നമ്മൾ പോകും. അത് നമ്മൾ പോയേ പറ്റുള്ളൂ, ഇല്ലാന്നുള്ള ശരിയാവില്ല. നീ എന്തിനാ ചിരിക്കണേ? ചെമ്പരത്തിപ്പൂ വേണം, റോസപ്പൂ വേണം, സൺഫ്ലവറാ. ഗ്രാമങ്ങള്. ഒരു വണ്ടി കിടക്കുന്നു എവിടെ? അതിന്റെ മുകളിലൊരു വണ്ടി കിടക്കും. അപ്പൊ റോഡുണ്ട് അവിടേക്ക്. പാലത്ത് കൂടെ കയറി ഉണ്ടാവും, വഴിയുണ്ടാവും. ഇതിലൂടെ ഇതൊക്കെ ആ ചേച്ചി വീട്ടിൽ പോകുന്നായിരിക്കും കേട്ടാ. ഈ സ്റ്റെപ്പ് ഇങ്ങനെ വളഞ്ഞ് കയറി പോടാ. എന്റെ ആയിരിക്കും. ഇതൊക്കെ ഇവിടൊക്കെയുള്ള ആൾക്കാരുടെ ലൈഫ് സമ്മതിക്കണം കേട്ടോ. ഞങ്ങളെ ഈ നദിയുടെ തീരത്ത്, ഞങ്ങൾ ഇത്രയും നേരം ഈ നദി എന്ന് പറയുന്നത് ഏതാണ്ട് ഭയങ്കര ഗർത്തത്തിലായിരുന്നു. ആ നദിയുടെ തീരത്തൂടെ ഏകദേശമൊക്കെ പോകുന്ന ഒരു സ്ഥലമായപ്പോൾ നമ്മൾ നിർത്തിയാണെന്ന് കാണാൻ വേണ്ടി. ഇത് തന്നെ അത്യാവശ്യം ആഴമുണ്ട്. എന്താണല്ലേ ഇതൊക്കെ, എത്ര വെള്ളം ഒഴുകുന്നൊരു നദിയായിരിക്കും, എത്ര ഹൈറ്റിൽ ഒഴുകുന്നൊരു നദിയായിരിക്കും ഇത്. നല്ല ഈ നദിയിലേക്ക് ഇറങ്ങരുതെന്ന് പ്രത്യേകം അവിടെ പലയിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. അടിയൊഴുക്ക് നന്നായിട്ടുണ്ടാകുന്നൊരു നദിയായിരിക്കണം. നല്ല ഫ്ലോയിലാണ് വെള്ളം ഒഴുകിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പൊളി ഫീലുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര കാറ്റും. ഇതാണ് മോനെ റോളിംഗ് സ്റ്റോൺ. കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. അടർന്ന് വീണ് താഴെ കിടക്കാണ്. ഒന്ന് പുറത്തിറങ്ങിയതാ, തണുത്ത് മരവിച്ച് പോയി. കാറ്റും അമ്മാതിരി കാറ്റും. ഇവിടുത്തെ മലയൊക്കെ ചൊറി പിടിച്ച പോലെ ഉണ്ടല്ലേ. ഇല്ലേ, ഒരുമാതിരി അതുപോലെ ഉണ്ട്. ഒരു മെനയില്ല കാണാനായിട്ട്. അടുത്തത് അതും ഈ പറഞ്ഞ പോലെ മര്യാദയ്ക്ക് ഓടിച്ചില്ലെങ്കിൽ സംഭവിക്കുന്ന മറ്റൊരു ഉദാഹരണം. താഴെ പോകുന്നു ഈക്കോ ആണല്ലേ. അതെ. ആ മല പൊരിച്ച് അങ്ങോട്ടാണ് പോകുന്നത് ആയിരിക്കും. അതെ അതെ അതെ. നമ്മളിങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും അവിടെ പോലീസും പട്ടാളവും കൂടെ ചേർന്നുള്ള ഒരു ചെക്ക് പോസ്റ്റ് കണ്ടായിരുന്നു. അവിടെ 2-3 തവണ ബോർഡ് കണ്ടായിരുന്നു, പ്ലീസ് പ്രൂവ് യുവർ ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കിനും എമിലിന്റെ ലൈസൻസ് ചോദിച്ചു. ഞങ്ങൾ പാസ്പോർട്ടും ലൈസൻസ് ഒക്കെ കാണിച്ചു കൊടുത്തു. ഹാനിക്കാടെ ഹിന്ദിയിൽ അവർ വീണ് കേട്ടാ. കേരള സേ ബഹുത് അച്ഛ തരഫ് ഹിന്ദി സംസാരിക്കുന്നു. അതുകൊണ്ട് ഹിന്ദി നശിപ്പിക്കുന്നത്. പൊളി. ആനിക്കാടെ ഹിന്ദി ഇംഗ്ലീഷും ഒക്കെ എന്ത് അടിപൊളിയാണെന്നറിയോ. ഭയങ്കര പ്രൊഫഷണൽ ഹിന്ദി മിത്രയാണ്. അതെ 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 അതെ. ഹിന്ദി ഭൂഷൺ എന്തായിരുന്നു ആ സംഭവമാണ്, പത്മഭൂഷൺ. അതെ. അതായത് നമ്മുടെ ഇംഗ്ലീഷ് മിത്രനോട് ഇനി ഹിന്ദി മിത്രയും കൂടെ തുടങ്ങാൻ പറയണം കേട്ടോ. നമ്മുടെ ഈ യാത്രയുടെ സ്പോൺസർ ആയിട്ടുള്ള നമ്മളുടെ ഇംഗ്ലീഷ് മിത്രയോടുള്ള എല്ലാവിധ എന്താ പറയാ താങ്ക്സും നമ്മളിവിടെ അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ ഹോട്ടലുണ്ട്, നമുക്ക് താമസിക്കണമെങ്കിൽ താമസിക്കാം. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ യാത്രയുടെ സ്പോൺസർ ആയിട്ടുള്ള ഇംഗ്ലീഷ്
മിത്രയോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഹാനിക്കനെ പോലെ വളരെ മികച്ച രീതിയിൽ മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട്, ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മിത്രയെ സമീപിക്കാം. ഇംഗ്ലീഷ് മിത്ര എന്ന് പറയുന്നത് വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഒരു പേഴ്സണൽ ട്യൂട്ടറുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഏത് സമയവും നിങ്ങൾക്ക് വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്കും ഫോൺ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അവർക്കൊരു വാട്സപ്പ് മെസ്സേജ് നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഷിൻഡോന്റെ വണ്ടി തന്ന നമ്മളുടെ ഷിൻഡോനോടും ഉള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതെ, ഷിൻഡോ കൈരളി ഫോർഡ് എന്ന് പറയുന്നത്, ഷിൻഡോ ആക്ച്വലി അവിടുത്തെ സ്റ്റാഫാണ്, അവിടുത്തെ AGM ആണ്. ഷിൻഡോ ആണ് നമുക്ക് ഷൂട്ടിംഗ് സ്റ്റോൺസ് സ്ലൈഡ് ഏരിയ സ്റ്റാർട്ട്സ് കെയർഫുള്ളി. ഷിൻഡോ അവിടുത്തെ AGM ആണ്. നമുക്ക് വണ്ടി തന്നിരിക്കുന്നത് ഷിൻഡോ ആയതുകൊണ്ടാണ് നമുക്ക് അവിടെ ഷിൻഡോയുടെ പേര് ഇടക്കിടയ്ക്ക് പറയുന്നത്. ഷിൻഡോയുടെ പേര് ഇടക്കിടയ്ക്ക് പറയുന്നതുകൊണ്ട് അവിടുത്തെ മറ്റ് സ്റ്റാഫിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, അല്ലേ? അല്ല, കൈരളി ഫോർഡ് എന്ന് പറഞ്ഞ ആ സ്ഥാപനത്തിനോട് മൊത്തത്തിൽ, അതെ, കൈരളി ഫോർഡിന്റെ എന്താ പറയാ, സെക്യൂരിറ്റി മുതൽ ഏറ്റവും മുതലാളി വരെയുള്ള എല്ലാവരോടും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അപ്പോ നമ്മൾ വീണ്ടും ആ ചൈന ബോർഡറിൽ നമ്മൾ എവിടെ വരെ വിടുമോ അവിടെ വരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. ഹാപ്പി ജേണി എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ പറഞ്ഞു വിടുവാടോ നമ്മളെ ചൈനയിൽ. ഇൻകൺവീനിയൻസ് റിഗ്രറ്റഡ് എഴുതിയിട്ടുണ്ട്. അതായത് അവിടെ ചെന്ന് പിടിച്ചു കഴിയുമ്പോ ഇപ്പൊ റോഡ് പൊളിയായിട്ടുണ്ട്. ഇപ്പോഴാണ് ഒരു ത്രില്ലൊക്കെ ആയി വന്നത്. ഇത് ഇച്ചിരി എക്സ്ട്രീം ആട്ടോ, ഇത് നല്ല ടൈറ്റ് ആണ്. ഇവിടെ ഇറങ്ങി ഓടാനൊന്നും പറ്റത്തില്ല, ആൾട്ടിറ്റ്യൂഡ് പ്രശ്നം ഉണ്ടാവും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാനൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഈ മല കണ്ട, ഇതിൻ്റെ ഇവിടെ ഒരു കിടില ഫോട്ടോ നമുക്ക് കാച്ചണം. ഇറങ്ങിയപ്പോൾ തന്നെ കിറച്ചു തുടങ്ങി. നീ എന്ത് ചെയ്യുക? ഓ, കല്ല് വലിച്ച് പുഴയിലേക്ക് എറിയുന്നു. വീണില്ലടാ, വെള്ളത്തിൽ വീണില്ല, ഒന്നും കൂടെ എറി. നല്ല ഡീപ്പാ. ഞാനൊരു കല്ല് വലിച്ചെറിഞ്ഞ കടയിലുള്ളത് എറിയാണേ. ഇപ്പൊ കാലേ വീണത്. പാകിസ്ഥാനിലെത്തി. ഓ, എന്നാലും വീണില്ല. ഇനി എറിയും. ഓ, അത് വെള്ളത്തിൽ പോയി. ചൈനയിലൊക്കെ ബോംബറില്ലേ? ഫയൽമാൻ ജയിച്ചേ. അതെന്നാ കിറച്ചില്ലേ? ഓ, 2 മിനിറ്റ് പുറത്തിറങ്ങി എന്നാ ഫോട്ടോ എടുക്കാനായിട്ട് കിറച്ചു. ലൈവായിട്ട് ഇപ്പൊ ലൈവായിട്ട് കല്ല് വീണതാണ്. ഞാൻ ക്യാമറ വീഴുന്നുണ്ടോ? അയ്യേ 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 അയ്യേ, ഞങ്ങള് വിചാരിച്ചു ലൈവായിട്ട് കല്ല് വീഴുന്നത് കണ്ടു. ഓ, അവരവിടെ 3 ചേച്ചിമാരവിടെ തട്ടി താഴെട്ടോണ്ടിരിക്കുക. അയ്യേ അയ്യേ, ഏത് ഞാൻ വണ്ടി ഓടിക്കുന്ന റോഡിലോട്ടാ അമ്മച്ചി തള്ളിയിടുന്നത്, ഞാൻ ശ്രദ്ധിക്കട്ടെ. എന്തോ അങ്ങനെ ആ ചൊറി പിടിച്ച മലയുടെ നടുക്കൂടെ നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുകയാണ്. 2 സെലിബ്രിറ്റീസിനെയും വഹിച്ചോണ്ട് പോകുന്നതാണ്, ശ്രദ്ധിക്കണ്ടേ? അയ്യോ പാവം. വെൽക്കം ടു ചൈന എന്ന് പറഞ്ഞുകൊണ്ട് മിക്കവാറും മെസ്സേജ് വരും ഫോണില്. ഒരു പടക്കമെങ്കിലും അപ്പുറത്തോട്ട് കത്തിച്ചിട്ടിട്ട് ഓടണം. അതെ, പൂ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇനി 13 കിലോമീറ്ററും കൂടെ ഉണ്ട്. നമ്മൾ ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോ സമയം മുതൽ ഇപ്പൊ എനിക്ക് വന്നിട്ട് 250 കിലോമീറ്റർ ഓടിച്ച്. ഇത് മൊത്തം ഈ സത്ലജ് നദിയുടെ തീരത്തൂടാണ്. നമ്മളിങ്ങനെ പോയാലേ ഈ സത്ലജ് നദി എവിടെ നിന്നാ ഉണ്ടാകുന്നത് കാണത്തില്ലേ? റോഡ് ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോ ഞാൻ വണ്ടി നിർത്താം. അപ്പൊ പിന്നെ നീ നടക്ക്, എന്നിട്ട് നടന്നു പോയിട്ട് ഉത്ഭവം കണ്ടിട്ട് വാ. ടിബറ്റിലായിരിക്കും നടന്നു പോവാം. അവിടെ പിടിച്ചാലും പറഞ്ഞാൽ മതി, പണ്ട് ഞാൻ ചൈനയിൽ വന്ന് വ്ളോഗൊക്കെ ചെയ്തിട്ടുണ്ട് സാർ, എന്നിട്ട് അതൊക്കെ കാണിച്ചു കൊടുക്കാം. അതെ, ഞാൻ MG ഹെക്ടറാണ് സാർ ഉപയോഗിക്കുന്നത്. അപ്പൊ അവര് വിടും. മുകളിൽ അതാ നമുക്ക് വീണ്ടും മഞ്ഞുമലകൾ കാണുന്നു. ഈ കാണുന്ന വഴി കൂടെ ഇങ്ങനെ വന്നിട്ട് കറങ്ങി യൂട്ടേൺ എടുത്തിട്ട് നമ്മൾ ഇപ്പുറത്തെ മലയിൽ കയറി തിരിച്ചു പോവാണ്. അപ്പൊ അത്രയും ദൂരം ഒഴിവാക്കാനായിട്ട് ഏകദേശം 2-3 കിലോമീറ്റർ ലാഭിക്കാൻ ഇവിടെ നടക്കൊരു പാലവും പണിയുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ കൈലാസം എത്തിയ പോലെ സ്വർഗമാണ് അവിടെ. അതെ അതെ, കൈലാസം പോലുള്ളൊരു സ്ഥലം. എന്നാലും എന്താണ് ഹിമാചൽ പ്രദേശ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിനും നമ്മൾ ഈ മണാലി ഷിംലയും മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ശരിക്കും ഇതാണ് ഹിമാചലം അല്ലെങ്കിൽ ഹിമാലയം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും
അമ്മാതിരി ഫീലാണ്. ഞങ്ങൾ ആക്ച്വലി ഒരു ഉദ്ദേശവുമില്ലാതെ ഒരു പ്ലാനിങ്ങും ഇല്ലാതാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അവിടെ എന്താണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന ആ ഡെഡ് എൻഡ് വരെ എവിടെ വരെ പോകാൻ പറ്റുമോ അവിടെ ചെന്ന് നമുക്ക് തിരിച്ചു പോകാമെന്നൊക്കെയാണ്. എന്തായാലും അവിടെ പോയി നോക്കട്ടെ എന്താണെന്നുള്ളത്. ഒരു ഐഡിയ ഇല്ലാത്തൊരു സ്ഥലം, ഒരു ഐഡിയ ഇല്ലാത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ ഒരു അന്തോ കുന്തോ ഇല്ലാതെ പോകുമ്പോൾ കിട്ടുന്നൊരു ത്രില്ലൊന്നും വേറെ തന്നെ അല്ലേ. നമുക്ക് ആ ഒരു ത്രില്ല് നമുക്ക് ഫസ്റ്റ് കിട്ടിയത് INB ട്രിപ്പ് ചെയ്യുമ്പോഴാണ്. കാരണം നമ്മൾ ഫസ്റ്റ് ടൈം ആയിരുന്നു നമ്മൾ ഓരോ സ്ഥലങ്ങളും കണ്ടതൊക്കെ. പൂ എന്ന് പറയുന്ന നഗരം 8000 ഫീറ്റ് ഉയരത്തിലാണ് ഉള്ളത് കേട്ടോ. മണാലി 6000, പൂ 8000. നമ്മൾ ഇന്നലത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 3000 അടി ഉയരത്തിൽ നിന്നാണ്. അത് നമ്മളിപ്പോൾ 8000 അടി ഉയരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നാക്കോ എന്ന് പറഞ്ഞ സ്ഥലം 12000 അടി ഉയരത്തിലാണ്. പക്ഷെ നമുക്ക് അവിടേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നേരെയല്ലേ പോകുന്നത്. ഏസ് വനാപ്പതേ പൂ എത്തി. പൂവിൻ്റെ ബോർഡുണ്ട് അവിടെ കണ്ടാ. കഫേ 1080, മസാല ദോശ, പ്ലെയിൻ ദോശ, ദാൽ വട, സമോസ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. മോനെ ചായ, സമോസ, മസാല ദോശ എല്ലാം കിട്ടുമെന്ന്. ഓ സമോസ കിട്ടില്ലേ? എല്ലാം കിട്ടുമെന്ന്. വരൂ. 8500 അടി ഉയരത്തിൽ ഇവിടെ ഈ ഒരു കടയിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ചൂട് സമോസ കഴിക്കാൻ പോകുന്നു. കണ്ടില്ലേ, നല്ല ചൂട് സമോസ. ഇവിടെ മസാല ദോശയും കിട്ടുമെന്ന് പറഞ്ഞു. അത് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചായയും പറഞ്ഞിട്ടുണ്ട്. ഇതെന്താണെന്നറിയോ, നമ്മളെ പുളിയില്ലേ, ആ പുളിയുടെ സോസ് പോലെ സാധനം. ഇതല്ല, സോസ് അല്ല, പുളി. സാർ, ഇത് എനിക്ക് ഓർഡർ ചെയ്ത മസാല ദോശയാണ്. ഓർഡർ ചെയ്തോ? ഭയ്യ ഓരേക്ക് മസാല ദോശ തേതോ. അത് ശരി. സാമ്പാറൊക്കെ കണ്ടില്ലേ, കോളിഫ്ലവർ ഒക്കെ ഇട്ട സാമ്പാറാണ്. ഇത് സാമ്പാറാണോ? പിന്നെ സാമ്പാർ. എനിക്ക് വയ്യ. എനിക്ക് വിറ്റൊക്കെ അടിച്ചു തുടങ്ങിയേട്ടാ. എന്തായാലും നമ്മൾ 8500 അടി ഉയരത്തിൽ വന്നിരുന്ന മസാല ദോശ കഴിക്കുകയാണ്. ഈ മസാല ദോശക്കകത്തെയും ബോണ്ടക്കകത്തെയും മസാല സെയിമാ, ആരും പറയണ്ട. ഓ, കുറേ നാൾക്ക് ശേഷം ദോശ കഴിച്ചു. മസാല ദോശ അത്ര സുഖമില്ലായിരുന്നെങ്കിലും ചായ സൂപ്പറായിരുന്നു, സമോസ സൂപ്പറായിരുന്നു. എന്തായാലും വിശപ്പില്ലാത്ത സമയത്തും മസാല ദോശ കണ്ടപ്പം മസാല ദോശ വാങ്ങിച്ച് കഴിക്കാൻ തോന്നി. നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് ഒരിക്കലും ഇവിടുത്തെ മസാല ദോശ കിട്ടൂല. അത് എവിടെയും കിട്ടൂല കേട്ടോ. മലേഷ്യ വെച്ച് ഞാൻ മസാല ദോശ കഴിച്ചിട്ടുണ്ട്, കോലാലംപൂർ വെച്ചിട്ട്. അത് പൊളിയായിരുന്നു. തമിഴ്നാട്ടിലും കേരളത്തിലുമാണ് മസാല ദോശ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് നാക്കോ ഭാഗത്തേക്ക് കുറച്ച് ദൂരം കൂടി ഉണ്ട്, നമുക്ക് പോയി നോക്കാം. നമ്മളിപ്പോ പൂവിലാണുള്ളത്. പൂവിൽ നിന്ന് നാക്കോയിലേക്ക് എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. എവിടെ വരെ പോകാൻ പറ്റുന്ന അറിയില്ല, എന്നാൽ എവിടെ വരെ പോകാൻ പറ്റുന്ന വെച്ചാൽ അവിടെ വരെ നമ്മൾ പോകും. റെഡി? യെസ്. പൂവിൽ നിന്നും നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കാബ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് വരുന്നത്. KHAB കാബ്. അവിടേക്ക് ഇനി 8 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഇവിടെ ഈ മലയുടെ മുകളിലൊക്കെ കുറേ വീടുകളും കൃഷിസ്ഥലങ്ങളും പിന്നെ വണ്ടികൾ പോകുന്ന റോഡുകളൊക്കെ നമുക്ക് ആ ഭാഗത്തായിട്ടൊക്കെ ഇങ്ങനെ കാണാൻ ചരങ്ങിണ്ടില്ലേ. അതൊക്കെ ഇങ്ങനെ റോഡാണ്, ഇങ്ങനെ സിക്സാഗിൽ ഇങ്ങനെ കയറി പോകുന്നതായിട്ട്. ഇന്ന് മേളിൽ മാത്രം വെയിൽ കാണാം, ഇതിൻ്റെ മേലെ മഞ്ഞ് കാണാം. മൊത്തത്തിലൊരു വ്യത്യസ്ത സംഭവമാണ്. ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നം ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറിയ രീതിയിൽ അനുഭവിക്കുന്നുണ്ട്. വലിയ ശ്വാസം എടുക്കാൻ കറക്കുന്നുണ്ട്. നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് 3ാമത്തെ തവണയാണ് നമ്മൾ നമ്മുടെ പേരും ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും വണ്ടിയുടെ നമ്പരൊക്കെ എഴുതി കൊടുക്കുന്നത്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, അവിടെ എഴുതി കൊടുത്തു. അപ്പോൾ ഇത് എവിടെ വരെ പോകും എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി എന്നോട് പറഞ്ഞത് എവിടെ വേണേലും പോകും എന്നാണ്. ഇനി ഞാൻ ചോദിച്ചത് പുള്ളിക്ക് മനസ്സിലാവാതിട്ടാണോ, പുള്ളി പറഞ്ഞ എനിക്ക് മനസ്സിലാവാതിട്ടാണോ എനിക്കൊരു സംശയം. ചിലപ്പോൾ അതായിരിക്കും. ഓ, ഇത് ലോറി വരെ പോകുന്ന പാലം കേട്ടോ. എത്ര കിലോമീറ്ററായി നമ്മളിങ്ങനെ പോകുന്നല്ലേ. ഇതൊക്കെ കണ്ടിട്ട് പേടിയാവുന്നുണ്ട് ശരിക്കും. ഗൂഢത നിറഞ്ഞ സ്ഥലങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വേറൊരൊറ്റ വണ്ടിയില്ല മോനെ. അവിടെ വെയിലടിക്കുന്നു, ഇവിടാണെ വെയിലടിക്കുന്നേ ഇല്ല. കണ്ടോ, ഇത് പൊരിച്ചിട്ടാ കിട്ടില്ലനായിട്ട് റോഡ് പണിതിട്ടിട്ടുണ്ട്. അതാണ് അമ്മാതിരി ഫീല്. നമ്മുടെ സത്ലജ് നദി ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഓ,
എന്റെ പൊന്നേ, ഇത്ര നേരം ഡൗൺ ആയിട്ടിരുന്ന ഞങ്ങളെ എല്ലാവരെയും ഈ സ്ഥലം ഞങ്ങളെ ഉണർത്തി. നാക്കോയോ? നാക്കോ ആണോ ലോകത്തിന്റെ അവസാനം? അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. എന്നാലും പ്രകൃതിയുടെ ഓരോ കളികൾ, എന്തൊക്കെ സ്ഥലങ്ങളാണ്. ഈ വഴി കാണുന്ന വഴി കൂടെ നമ്മൾ കേറി വന്നത് കണ്ട. എന്റെ ദൈവമേ, ഇത് പൊളിച്ചിട്ടാ. എതിരെ ഒരു വണ്ടി വരാൻ നോക്കിയാ മതി. ഓണടിച്ചോ. അപ്പൊ ഇവിടെ പാറ പൊട്ടിച്ച് വീതി കൂട്ടാൻ നോക്കുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ലെഫ്റ്റ് സൈഡിൽ നോക്ക്. ഓ മൈ ഗോഡ്, കാണുന്നില്ല. ഇത് ഗംഭീര സ്ഥലാട്ടോ. എന്റെ ദൈവം, ഇവിടെ കണ്ട. മോനെ എമിലേ, നമുക്ക് ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചു പോവാടാ. ഇനി അങ്ങോട്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിലേ നമുക്ക് അവിടെ പോയാൽ താമസിക്കാനും സ്ഥലം കിട്ടിയില്ലെങ്കിൽ പണിയാവും. ഒരൊറ്റ വണ്ടിക്ക് പോവാൻ സ്ഥലമുള്ള വഴിയാണ് ഇത്. ശരിക്കും അഡ്വഞ്ചറസ് റൂട്ട് തന്നെയാട്ടാ. വൺ ഓഫ് ദ ബെസ്റ്റ് ഡേഞ്ചറസ് റോഡ്സ് ഇൻ ദ വേൾഡ് എന്നൊക്കെ പറയാവുന്ന സ്ഥലത്തൂടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓ എനിക്ക് വയ്യ. ഇതെന്താണ്, എൻ്റെ ക്യാമറയിൽ മൊത്തം പകർത്താൻ പറ്റുന്നില്ല ഇതിൻ്റെ ഭീകരത മൊത്തം. അമ്മാതിരി ഭീകരതയാണ്. ആണോ? പൊട്ടിക്കാൻ വേണ്ടിയായിരിക്കും. ദൈവമേ, എപ്പോഴെങ്കിലും പൊട്ടിക്കരുതേ. എടാ ദേ കേറുന്നു. എന്നിട്ട് വെറുതെ അല്ല, 12,000 അടി ഉയരത്തിലെന്ന് പറയുന്നത്. ഇതെങ്ങനെ 12,000 ഇത്ര പെട്ടെന്ന്? ഇത് പൊട്ടിച്ച് ഇങ്ങനെ കേറി പോയി. ആഹാ, നമ്മളിപ്പോൾ അവിടെ നിന്ന് ആ ഡിഫിക്കൽട്ട് ടെറൈനിൽ നിന്ന് വന്നിട്ട് ഹെയർ പിൻസ് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ 7,500 ഫീറ്റിൽ നിന്ന് നമ്മളിപ്പോൾ നേരെ സ്ട്രെയിറ്റ് 9,000 ഫീറ്റിലേക്ക് ഇപ്പോൾ ഓൾറെഡി കയറി കഴിഞ്ഞു. ഇനിയിപ്പോൾ വീണ്ടും ഒരു 5-6 ഹെയർ പിൻസ് കിടപ്പുണ്ട്. ശരിക്കും ഒരു എക്സ്ട്രീം എന്താ പറയുക, ഒരു റൂട്ട് തന്നെയാണെന്ന് പറയണം. എനിക്ക് ആക്ച്വലി ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ ഇങ്ങനെ പോവാണ്. പുറത്തിങ്ങനെ തണുപ്പ് കൂടി തുടങ്ങി, 14 ഡിഗ്രി സെൽഷ്യസ് കാണിച്ചു തുടങ്ങി. റോഡാണെങ്കിൽ നല്ല കുട്ടപ്പനാക്കി ഇട്ടിട്ടുമുണ്ട്. നമ്മളിപ്പോൾ ചൈന ബോർഡറിൻ്റെ അടുത്തെത്തിയടാ. ദേ ഇത് കണ്ടോ, നമ്മളിവിടെയാണ്. തൊട്ടിപ്പുറത്താ ചൈന. നാക്കോന്ന് 15 കിലോമീറ്റർ ചൈനക്കുള്ളൂ. എന്റെ പൊന്നു, നമ്മൾ കുറച്ചും കൂടെ ബാക്കിലോട്ട് പോയിട്ട് ഇടത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴിക്ക് പോയാൽ ചൈന ബോർഡർ ഇല്ല. ഷാങ്കായിക്ക് പോണ? ഷാങ്കായ്, കൊച്ചി, മണാലി. 6 വീപ്പ അടിച്ച് പരത്തി ഉണ്ടാക്കിയ കുടിലുകൾ. അവരൊക്കെ ഈ റോഡ് പണിക്ക് വേണ്ടി വന്ന ആൾക്കാരൊക്കെ ആയിരിക്കും മിക്കവാറും. ഈ കാണുന്ന വഴികളിലൂടെ കയറി നമ്മളിപ്പോൾ നാക്കോ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ ഒക്കെ അറ്റത്താണ്. ഇവിടെ ചിലപ്പോൾ ഇവിടെ നിന്നാൽ കാണുന്ന മലയൊക്കെ ചൈനയായിരിക്കും, പറയാൻ പറ്റില്ല അല്ലേ മോനെ. ഞാൻ സുല്ലിട്ട് കേട്ടാ, എനിക്ക് ഈ വീഡിയോയിൽ ഈ പാറയും മലയും കാണിച്ചടിച്ച് മടുത്ത്. എനിക്ക് ഞങ്ങൾ ഈ വന്ന വഴിയുടെ ഒരു സംഭവം എനിക്ക് മര്യാദയ്ക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. കാരണം അത്ര എക്സ്ട്രീമാണ്. നിങ്ങൾ വന്ന് അനുഭവിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. അത് ശരിക്കും അത് റിസ്ക് എടുത്ത് വന്നാൽ മാത്രമേ അത് അനുഭവിക്കാൻ പറ്റുള്ളൂ. ഈ കാണുന്ന വഴികളിലൂടെയൊക്കെ നാക്കോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മളിപ്പോൾ എത്തുകയാണ്. എന്തായാലും നമ്മൾ നാക്കോ എത്തിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയുള്ളൂ. വണ്ടിക്ക് അത്യാവശ്യം നല്ല പവർ ഡ്രോപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആൾട്ടിറ്റ്യൂഡിൻ്റെ ആണ് ആ ഒരു പവർ ഡ്രോപ്പ്. നമുക്കിപ്പോൾ ഇപ്പുറത്ത് കാണുന്ന നദി, ഈ കാണുന്ന വെച്ചാൽ സ്പിതി നദിയാണ്. നമ്മളിപ്പോൾ എത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് സത്ലജ് നദിയായിരുന്നു. സത്ലജ് നദി അവിടെ നിന്ന് തിരിഞ്ഞ് ചൈനയിലേക്ക് പോയി. ഇപ്പം നമുക്ക് നമ്മുടെ സ്പിതി നദിയാണ് കാണുന്നത്. സത്ലജ് നദിക്ക് ചൈനയിൽ ചെല്ലുമ്പോഴത്തേക്കിനും അതിന് വേറെ പേരാണ്. ഞാൻ മാപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ വായിക്കാൻ പറ്റിയില്ല. ഇത് കണ്ടില്ലേ, എന്തായാലും ഒരു 1.5 ടെറൈനാണ് മോനെ. എൻ്റെ ശബ്ദമൊക്കെ മാറി, മൂക്കൊക്കെ അടഞ്ഞു. അപ്പോൾ നമുക്ക് നാക്കോ വരെ പോവാം, എന്നിട്ട് നീക്കോ നാച്ച പറയാം. ഒരു അന്തവും കുന്തവും ഇല്ലാതെ കിടക്കുന്ന വഴികളാട്ടോ. ഇതെന്തുവാടാ, ഒരൊറ്റ മനുഷ്യനെയോ മൃഗങ്ങളെയോ ഒന്നും കാണാനില്ല. ഒരു വീട് പോലും കാണാനില്ല. സമയമല്ലേ, എത്ര സമയമായിട്ട് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കാൻ നോക്കി. എന്നാലും ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാരെ സമ്മതിക്കണ്ടേ?
ആൾക്കാരില്ലല്ലോ, വളരെ കുറവല്ലേ. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ കോമഡി ഒന്നുമില്ല. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നദിയാ, സ്പിതി നദി. വിട്ടോ പൊക്കോ. തേടാ അവിടെ ഒരു ഗ്രാമം. അതായിരിക്കുമല്ലേ നീക്കോ? അതാണോ? അതല്ല, അവിടെ എന്തോ വെജിറ്റേഷൻ ഒക്കെ ഉണ്ട്. ഈ മല വീണ്ടും പോയി കയറണം. ഓ മൈ ഗോഡ്, വഴി തീർന്നോ? ചൈന എത്തിയോ? ചൈനയിൽ എങ്ങനെയാ എന്നോട് ക്ഷമിക്കണേന്ന് പറയുന്നത്? എനിക്ക് ലേലു എന്ന് പറഞ്ഞാൽ മതി, അതെല്ലാ ഭാഷയിലും കേട്ടോളൂ. എമ്മില്ലേ, നമുക്കിവിടെ എവിടെയെല്ലാം നിർത്തിയിട്ട് വീഡിയോ എൻഡ് ചെയ്യാം. വേണ്ട, നമുക്ക് അവിടെ വരെ പോകണ്ട. പോകാൻ തീരുമാനിച്ചാണ് നമ്മൾ പോയിരിക്കുന്നത്. അങ്ങ് ദൂരെ അങ്ങ് മേളങ്ങാണ്ടൊക്കെയാണ് നമ്മുടെ നാക്കോ കാണുന്നത്. എന്നാൽ ഇത്രയും വിജനമായ പ്രദേശത്ത് ഇതുപോലൊരു ടൗൺഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമം സമ്മതിക്കണം. എനിക്ക് അടുത്തോട്ട് നോക്കാൻ പറ്റുന്നില്ലേ, പേടിയാവുന്നേ. എൻ്റെ അമ്മേ, എന്തുവന്ന് ഇത്? അതിവിജനമായ ആ വഴിയിലൂടെ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പുറത്തൊന്ന് കാണിച്ചു തരാം. പൊന്നെ, അവനൊക്കെ ബ്രേക്ക് പിടിച്ചാൽ കിട്ടുമോ? 10,000 അടി ഉയരത്തിൽ എന്നൊക്കെ പറയുന്ന പോലെ താഴേക്ക് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഒക്കെ ഉണ്ടാവും താഴെയാണ്. അത് താഴെ വലിയൊരു പട്ടണം. ഓ മൈ ഗോഡ്, അവിടെ താഴെ എൻ്റെ പൊന്നെ, എന്തൂന്നടാ കേറി നമ്മളങ്ങ് മലയുടെ മേളിലെത്താറായിട്ടോ. പിന്നെ ഇതെന്താണിത്? മലകയറ്റം മാത്രമാണ്. എക്സ്ട്രീം അഡ്വഞ്ചറസ്. ഇത് അങ്ങ് ദൂരെ കാണുന്നതാണ് നാക്കോ എന്ന് പറയുന്ന സ്ഥലം. ആ നാക്കോയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനിയുമുണ്ട് കുറെ. നമ്മളിപ്പോ 11,000 അടി ഉയരത്തിലെത്തിയല്ലേ? 10,991. എന്റെ പൊന്നേതാടാ വൈൻ ഷോപ്പ്, ഇംഗ്ലീഷ് ആൻഡ് ബിയർ. മുകളിലോ? ഇതെന്താണ്? ഇവിടെ ആരും ഇല്ലല്ലോ, പക്ഷെ വൈൻ ഷോപ്പ് ഉണ്ടല്ലോ. എന്റെ പൊന്നെ, 12,000 അടി ഉയരത്തിലുള്ള വൈൻ ഷോപ്പ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള വൈൻ ഷോപ്പ് അതായിരിക്കും കേട്ടാ. ഓ ഉണ്ടോ? ദിസ് ഈസ് ദ ലാൻഡ് ഓഫ് ലാമ, ഡോണ്ട് ബിക്കം ഗാമ. അങ്ങനെ ഞങ്ങള് നാക്കോ എത്തി. 12,000 അടി ഉയരത്തിൽ. ഇവിടെ എയർടെലിന്റെ 4G, ജിയോയ്ക്ക് 4G. അടിപൊളി. 12,000 അടി ഉയരത്തിലേ. എടാ, ഇവിടെ ഒരു ബോർഡ് വെച്ചേക്കുന്നുണ്ടോ? സ്പിതി ടൂറിസം സൊസൈറ്റി. എന്താ എഴുതിയേക്കുന്നത്? It is with sheer regret that we inform to all travelers and tourists that Spiti Valley is closed for any kind of tourism activity this year. അപ്പൊ ഈ കാണുന്ന സ്ഥലമാണ് നാക്കോ. ഇവിടെ ഒരു 2 ധാബയുണ്ട്. ഇവിടെ അവിടെയായിട്ട് ധാബയുണ്ട്, ഒരു ബേക്കറി ഉണ്ട്, പിന്നെ കുറച്ച് കടകളുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കുറച്ച് വീടുകളും ബാക്കിയുള്ള സ്ഥലങ്ങളും ഉണ്ട്. 12,000 അടി ഉയരത്തിലുള്ള ഹിമാചലിലെ ഒരു സ്ഥലമാണ് ഈ നാക്കോ. ആ നാക്കോയിലേക്ക് നമ്മൾ നമ്മുടെ ഫോർഡ് എൻഡവറുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഒരു കിഡിലൻ ഡ്രൈവായിരുന്നു കഴിഞ്ഞ 2 ദിവസത്തെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടത്. നമ്മളിപ്പോൾ 3,000 അടി ഉയരത്തിൽ നിന്ന് 12,000 അടി ഉയരത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല. പെട്ടെന്നൊരു ചായ ഓടിച്ചിട്ട് ഇറങ്ങിയില്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തീരുമാനമാണ്. പിന്നെ ഇവിടുന്ന് നമുക്ക് റൊത്താങ് പാസിൻ്റെ അവിടേക്കും കാസ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കും കീലോങ് ഭാഗത്തേക്കൊക്കെ മണാലിക്കൊക്കെ പോകാവുന്നതാണ് കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷേ ഇപ്പോൾ ആ ഭാഗത്ത് സ്നോഫോളും കാര്യങ്ങളും ആയതുകൊണ്ട് റോഡ് ക്ലോഷർ ആയിരിക്കും, അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇനി ഞങ്ങൾ ഇന്നലെ നിങ്ങൾ കണ്ട വീഡിയോ കണ്ട അത്രയും ദൂരം നമ്മൾ തിരിച്ച് ഡ്രൈവ് ചെയ്ത് പോകണം. അതിലെവിടെ വരെ എത്താൻ പറ്റുമെന്ന് അറിയില്ല. ഞങ്ങൾ ടയേർഡ് ആവുന്നവരെ ഞങ്ങൾ ഓടിച്ചെത്തും. എന്നിട്ട് നാളെ അടുത്ത ദിവസം ഷിംലയ്ക്ക് പോകണം. അതാണ് പ്ലാൻ. ഓക്കെ, ശരിയല്ലേ? ബൈ. നാളെ കാണാം. കിട്ടില്ല.